സാധാരണ കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന രുചിയിൽ ഉപ്പുമാവ് കുക്കറിലുണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉപ്പുമാവ് കട്ട കൂടാതെ കിട്ടുമെന്ന് മാത്രമല്ല നല്ല സോഫ്റ്റുമായിരിക്കും. ഏകദേശം 2-3 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. റവ വറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് 180 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒരു കുക്കറിലേക്ക് റവ അളന്നെടുത്ത അതേ അളവ് പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് അളവ് പാത്രത്തിൻ്റെ പകുതി, അതായത് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. തേങ്ങ ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർക്കാം. ഇതും ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ക്യാരറ്റ് ചേർത്തുണ്ടാക്കിയാൽ ഉപ്പുമാവ് അധികം കട്ട കൂടാതെ കിട്ടും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. മറ്റു ചേരുവകൾ തയ്യാറായി വരുമ്പോഴേക്കും തിളച്ചു വന്നാൽ മതിയാകും. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ഒന്ന് നിറമാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നാൽ അളന്നു വെച്ചിരിക്കുന്ന 1 കപ്പ് റവ ചേർക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് നമ്മളിത് കൈവിടാതെ ഇളക്കി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റവയുടെ നിറം ചെറുതായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കുക്കറിലെ വെള്ളം തിളച്ചോ എന്ന് നോക്കാം. ഇപ്പോൾ കുക്കറിലെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പകരം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അധികമായി ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. റവ വറുത്ത് അധികം താമസിയാതെ തന്നെ കുക്കറിൽ ചേർക്കണം കേട്ടോ. അതിനാണ് നമ്മൾ റവ വറുക്കുന്ന സമയത്ത് തന്നെ കുക്കറിലെ വെള്ളവും തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു പ്രാവശ്യം മാത്രം നന്നായി മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടപ്പിട്ട് മൂടാം. കുക്കറിൻ്റെ വിസിലിടാൻ മറന്നു പോകരുതേ. ഇനി നമുക്കിത് വളരെ ചെറിയ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. കുക്കർ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ ആവി നിറഞ്ഞ് ദമ്മായാൽ മാത്രം മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവിലെ ഈർപ്പം ഒട്ടും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഉപ്പുമാവ് ഒരേപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആകും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല രുചിയുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ആദ്യം കുക്കറിൻ്റെ വിസിൽ ഊരി ആവി കളയാം. 5 മിനിറ്റിൽ കൂടുതൽ കുക്കറിൽ ഇങ്ങനെ ദം ചെയ്ത് വെക്കരുത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പുമാവ് നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട കുത്താൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കർ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.